നെവർ ടു ലേറ്റ് ടു സെലിബ്രേറ്റ് ഓണം എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഇന്നാ കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകി ഒരു ഓണം ആഘോഷിക്കുകയാണ്, ഞാനും എൻ്റെ കോളേജ് ഫ്രണ്ട്സും കൂടി. ആദ്യം ഞങ്ങൾ പോയത് വിഴിഞ്ഞം പോർട്ട് കാണാനാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുത്തില്ല. എന്നാലും ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ കട്ടച്ചക്കുഴിയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അവിടുത്തെ കൃഷ്ണ ഹോട്ടലിലെ ചിക്കൻ പറ്റ് സൂപ്പറാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ട് പിന്നീട് വരുന്നുണ്ട്. സോ ഏതായാലും നമ്മൾ അവിടെ പോയി കഴിച്ചു. നല്ല നാടൻ കോഴിപ്പരട്ടും പുട്ടും എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ച ശേഷം അവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് നേരെ പോകേണ്ട റിസോർട്ടിലേക്കാണ്. പൂവാറിനടുത്തായിട്ടുള്ള ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടിൽ വെച്ചാണ് ഇത്തവണ ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതാണ്. 1500 പെർ പേഴ്സൺ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ ഓണപരിപാടിക്കായിട്ട് ലഞ്ചും റൂമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് സമയം ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെറുതെ റിസപ്ഷനിൽ ഏകദേശം 1-2 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. റൂമൊന്നും റെഡിയല്ല, അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എക്സ്ക്യൂസൊക്കെ ആയിട്ട്. സോ എന്തായാലും എല്ലാവരെയും കണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എല്ലാവരും ഇങ്ങനെ ഷർട്ടും മുണ്ടും സാരിയും ഒക്കെ ആയിട്ട് അടിപൊളി ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാനും കുറച്ച് വെറൈറ്റി ലുക്കൊക്കെ പിടിച്ചു. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് റൂം സെറ്റായി. ഞങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴും ഓരോരുത്തരായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു. പാക്കേജ് പ്രകാരം 2 റൂം പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു റൂമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും കൂടെ ഒറ്റ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഡ്രസ് ചേഞ്ചിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് വാഷ്റൂമും കാര്യങ്ങൾ യൂസ് ചെയ്താൽ മതി. കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാഷൻ ഷോ പോലെ നടത്താനാണ്. സൗമ്യയാണ് അത് ലീഡ് ചെയ്ത്. പിന്നെ ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തു. വളരെ രസകരമായിരുന്നു. എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു ഫാഷൻ ഷോ പോലത്തെ റാമ്പ് വാക്ക് പോലത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. വളരെ രസമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത്. എന്തായാലും അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് പിക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്പോട്ടൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ചേട്ടനെയും കണ്ടുപിടിച്ച് ഒരു സ്പോട്ടും കണ്ടുപിടിച്ച് നല്ലൊരു പിക്ക് എടുത്തു. സോ ഫാഷൻ ഷോയും കഴിഞ്ഞു, ഫോട്ടോയും കഴിഞ്ഞു. അടുത്ത ഇനി എന്താ, നമുക്കൊരു നല്ല സദ്യ കഴിക്കണം. ആക്ച്വലി അതിന് മുമ്പ് കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ടലുകാരുടെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നുകൊണ്ട് സദ്യയെങ്കിൽ സദ്യ. സോ അതിനായിട്ട് പോയി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്ക് അവരെ ഇലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. അവിടെ ചുറ്റും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. സദ്യയുടെ ഒപ്പമുള്ള എല്ലാ കറികളും നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ ആദ്യമേ ചെന്നിരുന്ന് ഓരോ ഐറ്റംസായിട്ട് ചെറുതായിട്ട് തൊട്ടുകൂട്ടി. ചോറ് വിളമ്പാനായിട്ട് ആൾ വരുന്നതുവരെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു അക്ഷമരായിട്ട്. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടേ, രാവിലെ വന്നതല്ലേ എല്ലാവരും. സോ എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്കും നല്ല രുചികരമായ ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു. എല്ലാം കൂടെ കുഴച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും ആസ്വദിച്ച് വയറ് നിറയെ കഴിച്ചു. എല്ലാ കറികളും, സത്യം പറയാമല്ലോ, ഓരോരോ കറികളും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറും പരിപ്പും പപ്പടവും എല്ലാം സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് ആയിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും പായസവും ഉണ്ടായിരുന്നു. സോ അതെല്ലാം കഴിച്ചു. ഫ്രണ്ട്സിന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചാൽ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിയാനോ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് നേരം അതിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസ് പോലെ മിക്സഡ് ആയിട്ടുള്ളൊരു വാട്ടർ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ കുടിച്ച് റൂമിലെത്തിയ ശേഷം ഞങ്ങൾ ഗെയിംസ് തുടങ്ങി. ആദ്യം ഡംഷറാട്സ് ആണ് കളിച്ചത്. എല്ലാവരുടെയും കഥകളി പോലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, കോളേജിലേക്ക് തിരിച്ചെത്തിയ ഒരു ഫീലായിരുന്നു ആ ഗെയിംസൊക്കെ കളിച്ചത്. ഞങ്ങൾ കോളേജിൽ പണ്ട് ഇൻ്റർവെൽ ടൈമിലൊക്കെ സ്ഥിരമായിട്ട് ഇത്തരം ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. ഇൻ്റർവെൽ മാത്രമല്ല, ഫ്രീ പീരീഡും. സോ എല്ലാവരും അതുപോലെ പഴയ ഒരു സ്പിരിറ്റിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു പരിപാടി. ചില ഉത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും പിന്നെയും അവരുടെ അഭിനയം എന്താണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പിന്നെയും ചവിട്ടി കളിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഫുൾ ഇൻവോൾവ്മെൻറ്റോടുകൂടി പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ഡംഷറാട്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പൂൾ സൈഡിലൊന്ന് വിശ്രമിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഉറിയടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം സുഹൈലിൻ്റെ ടേണായിരുന്നു. എല്ലാവർക്കും 30 സെക്കൻഡാണ് അലോട്ട് ചെയ്തിരുന്നത്. 30 സെക്കൻഡിനുള്ളിൽ കണ്ണും കെട്ടി ഈ സാധനം അടിച്ചിടണം. സംഭവം വിചാരിക്കുന്ന പോലെ അത്ര ഈസിയൊന്നും അല്ല. ഈ ചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വലിച്ച് പൊക്കുന്നുണ്ട് നമ്മുടെ ഈ ഉറി. സോ അതുകൊണ്ട് പെട്ടെന്നൊന്നും റീച്ചും കിട്ടുന്നില്ല. സോ ആദ്യമൊക്കെ പോയ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ചാടി ഫുൾ എഫർട്ട് ഇട്ട്, സുഹൈലാണെങ്കിലും ഇപ്പോൾ അതാ അടിച്ചുകൊണ്ടിരിക്കുന്ന ജീസനാണെങ്കിലും എല്ലാവരും നല്ല എഫർട്ട് ഇടുന്നുണ്ടായിരുന്നു. എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കുന്നവർ നല്ല ഫുൾ എനർജിയിൽ പ്രോത്സാഹിപ്പിച്ച് ആ ഒരു ചൂടത്തും വെയിലത്തും ഒന്നും മൈൻഡ് ചെയ്യാതെ ഫുൾ പ്രോത്സാഹനമായിരുന്നു. എങ്കിലും എല്ലാവരെ കൊണ്ടും അടിച്ചിടാനൊന്നും പറ്റിയില്ല. സ്ത്രീകളുടെ സൈഡിൽ നിന്നാണ് സംഗീതം വന്ന് ചാടി ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷേ പുള്ളിയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഉറി കൺട്രോൾ ചെയ്യുന്ന ചേട്ടൻ, പുള്ളി അവിടെ വന്നുകൊണ്ട് ഫുൾ അതിനെ അങ്ങോട്ട് എയറിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സാധനം അടിച്ചിടാനായിട്ട് നമ്മുടെ വിഷ്ണു വരേണ്ടി വന്നു. വിഷ്ണു ആണെങ്കിൽ ചാടി പറന്ന് കുറേ എഫേർട്ടൊക്കെ ഇട്ട് ലാസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും ഇൻസ്ട്രക്ഷനൊക്കെ കൂടെ ചേർത്ത് വിഷ്ണു അടിച്ചിട്ടു. പിന്നെ നമ്മുടെ അഞ്ജലി വന്നു. അഞ്ജലി നല്ല എഫർട്ടോടെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഏറ്റില്ല. എന്താ പറയുക, ആ സാധനം ആ പുള്ളി അത് കൺട്രോൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഈ ഒരു കളിയുടെയൊക്കെ ഒരു മെയിൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൽ വിജയിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇതിൽ മത്സരിച്ച് അതിലൊരു എന്താ പറയുക, ഒരു പങ്കാളിത്തം കാണിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ഒരു എഫേർട്ട്, ലൈക്ക് അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ്. സോ അഞ്ജലിക്ക് ശേഷം പിന്നെ വന്ന അഭിഷേകാണെങ്കിൽ ഒരു എന്താ പറയുക, സിനിമാറ്റോഗ്രാഫറാണ്, വളരെ ടാലൻറ്റഡ് ആണ് ആ ഒരു ഫീൽഡിൽ.
ഉറിയടിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കുറേയൊക്കെ ചാടി എഫേർട്ടൊക്കെ ഇട്ട് പരിപാടി നോക്കിയെങ്കിലും പറ്റിയില്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നി എല്ലാവരുടെയും ഒരു കിട്ടില്ല സപ്പോർട്ട് എല്ലാ മത്സരാർത്ഥികൾക്കും കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും അടുത്തത് ഞാനാണ് ഇറങ്ങുന്നത്. എൻ്റെ വക ഒരു പെർഫോമൻസും കൂടെ നിങ്ങളിതാ കണ്ടോ. ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുന്ന അത്ര ശരിയല്ലല്ലോ. സോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചാടിയേക്ക് നിന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് നല്ല രീതിക്ക് അടിച്ച് പൊട്ടിച്ച് ഇട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എടാ അടിയടാ, ചാടറാ, പറയുമ്പോൾ അടിക്കടാന്നൊക്കെ പറഞ്ഞതാ ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ട സാധനം. എന്തായാലും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഗോപി അവിടെ ഒരു ട്രാംബിളിനിൽ കിടന്ന് ചാടുന്നുണ്ട്. അടുത്ത പരിപാടി ഞങ്ങൾ ചെയ്തത് വടംവലിയാണ്. ഞങ്ങൾ തന്നെ ഓർഡറിവിനിട്ട് ഏകദേശം ഒരു ബാലൻസ്ഡ് എന്ന് മറ്റുള്ളവർ പലരും പറയുന്ന പോലെ ഒരു ടീമൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങി മത്സരിച്ച് നോക്കി. എന്താ പറയുക, നല്ല രസമായിരുന്നു. എല്ലാവരും ഒരു സ്പിരിറ്റായിട്ട് വലിക്കുന്നത്. നമ്മുടെ ഈ പ്രൊഫഷണൽ വടംവലിയൊന്നും അല്ല കേട്ടോ, വളരെ ഫണ്ണി ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സായിട്ട് ചേർന്നിട്ടുള്ള ഒരു സാധാരണ ഒരു തട്ടിക്കൂട്ട് വടംവലി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഒരേ മനസ്സോടെ ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് ശ്രമം രണ്ട് സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. ആദ്യത്തെ വലിയിൽ ഞങ്ങൾ വളരെ വിജയകരമായി പരാജയപ്പെട്ടിരുന്നു. അവരുടെ ടീം വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് പാർട്ടിസിപ്പേഷൻ, റൈറ്റ്? സോ വളരെ രസമായിട്ട് ആ ഒരു റൗണ്ട് കഴിഞ്ഞു. നമ്മുടെ ഗോപിത മറിഞ്ഞ് വീണൊക്കെയാണ് ജയിപ്പിച്ചത്. സെക്കൻഡ് റൗണ്ടിൽ ഞങ്ങൾ വളരെ നല്ല ബലത്തിൽ തിരിച്ചങ്ങോട്ട് വലിച്ചെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ടും നമ്മൾ പിന്നെയും പരാജയപ്പെട്ടു. കാരണം കണ്ടില്ലേ അവന്മാരുടെയൊക്കെ ഒരു ബലം. പക്ഷേ നമ്മൾ മത്സരിക്കുന്നത് എന്താ പറയുക, വിജയിക്കാൻ വേണ്ടിയല്ല. സോ പരാജയം നമ്മൾ ആഘോഷിച്ചു, വളരെ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. അതിനുശേഷം ഞങ്ങൾ ചായയും കടിയായിരുന്നു. നല്ല ടാറ് പോലത്തെ കട്ടൻ ചായയും. സത്യം പറയട്ടെ ഭയങ്കര കയ്പ്പായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ കട്ടൻ ചായ ഭയങ്കര കയ്പ്പായിരുന്നു. നോർമൽ ചായയൊക്കെ കുഴപ്പമില്ല. അതിനുശേഷം നല്ലൊരു വോളിബോൾ മാച്ച് ഉണ്ടായിരുന്നു. കട്ടൻ ചായയുടെയും നമ്മുടെ എന്താ പറയുക വാഴയ്ക്കപ്പത്തിൻ്റെയും ഫാറ്റൊക്കെ നമ്മൾ വോളിബോൾ കളിച്ച് ഉരുക്കിയെടുത്തു. നല്ല ബീച്ച് വോളി. അതിനുശേഷം കുറച്ച് നേരം എ സിക്കകത്ത് വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മനസ്സിലായോ എന്ന് പറഞ്ഞ പാട്ടിന് വേണ്ടി ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു റീല് ഷൂട്ട് ചെയ്യണം. സോ അതിനായിട്ട് എല്ലാവരും ഒരുങ്ങി റെഡിയായി. ഞാൻ ഇടയ്ക്ക് എല്ലാവരെയും കൊണ്ട് ഹാപ്പി ഓണമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം റീലിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. എന്തായാലും നമുക്ക് കാണാം. വളരെ രസകരമായിരുന്നു കേട്ടോ ഡാൻസ്. സത്യം പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താൽ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുറേ നേരം അവിടെ നീന്തി കളിച്ച് അങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഡേ ഔട്ടായിരുന്നു. പക്ഷേ ഹോട്ടൽ സൈഡിൽ നിന്ന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. തല തട്ടുന്ന രീതിയിൽ ഫാൻ സെറ്റപ്പ് ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ, വെള്ളമില്ലായ്മയും ഒക്കെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. എനിവേസ് ഞങ്ങൾ ഡിന്നർ സംസമിലെത്തിയാണ് കഴിച്ചത്. സംസമിൽ നല്ല അടിപൊളി സൂപ്പർ സോണിക് കോംബോ, നല്ല ബ്രോസ്റ്റഡ് ചിക്കനും ഷവായും അൽഫാമും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ തട്ടി കോളേജ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ആ പഴയ ഒരു കാലത്തിലേക്ക് എത്തിയവരുണ്ടായിരുന്നു. രാത്രി നല്ല പാട്ടൊക്കെ കേട്ട് വളരെ സൂത്തിങ് ആയിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും മടങ്ങിയത്. സോ എന്തായാലും ഈ ഓണം ഞങ്ങൾ അടിപൊളിയാക്കി. ഓണം ക്ലോഷർ സൂപ്പർബായിരുന്നു. സോ നിങ്ങളും അടിപൊളി ഒരു ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.